Hi friends, welcome back to my channel. നിങ്ങളും 2025 അഗ്നിവീർ GD ട്രേഡ്സ്മാൻ WMB എന്നീ ട്രേഡിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന 2025 അഗ്നിവീർ റാലിയിലെ ആർമി GD ട്രേഡ്സ്മാൻ WMB എന്നിവയുടെ ഫുൾ സിലബസ് അപ്ഡേറ്റ് ആണ്. നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ടുള്ള സിലബസ് ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മുൻ വർഷങ്ങളിലെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നുമാണ്. അപ്പോൾ നിങ്ങളും 2025 എക്സാമിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ മസ്റ്റായിട്ട് വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണാൻ പരമാവധി ട്രൈ ചെയ്യണം. ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം കുട്ടികളെ. കാരണം 2025 എല്ലാ കുട്ടികൾക്കും 2ൽ കൂടുതൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ തവണ അപ്ലൈ ചെയ്തിരിക്കുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആണ്. ആർക്കും തന്നെ സിലബസിനെ കുറിച്ചുള്ള ബേസിക് അവയർനെസ് ഇല്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആകുമെന്ന്. അപ്പോൾ നിങ്ങളും മസ്റ്റായിട്ടും ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാം. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് ഡിഫൻസ് ജോബിനാണ് തയ്യാറെടുക്കുന്നത് അതിൻ്റെ എക്സാം പാറ്റേണും സിലബസും അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ആർമി GD ട്രേഡ്സ്മാൻ WMB എന്നിവയുടെ എല്ലാം സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന്. കുട്ടികളെ, നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ്. ഈ റിട്ടേൺ എക്സാം തന്നെ ടോട്ടൽ 100 മാർക്സിനാണ്. എത്രയാണ്? 100 മാർക്കിനാണ്. സോ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ PET ആൻഡ് PMT ആണ്. ഇവിടെയും മാർക്കുണ്ട്. ഇവിടെയും 100 മാർക്സിനാണ് ടോട്ടൽ ഫിസിക്കൽ എന്ന് പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ആണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. ഇവിടെ പിന്നെ മാർക്കൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അതിനുശേഷം മെഡിക്കൽ ആൻഡ് ഫൈനലി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന റിട്ടേൺ എക്സാമിൻ്റെ ഫുൾ സിലബസ് അപ്ഡേറ്റ് ആണ്. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എക്സാം പാറ്റേൺ എന്താണ്. ആർമി GD ട്രേഡ്സ്മാൻ WMB ഈ 3 ട്രേഡിൻ്റെയും സെയിം എക്സാം പാറ്റേൺ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെ സബ്ജക്റ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന്. ഫസ്റ്റ് അറിഞ്ഞിരിക്കണം ജനറൽ നോളജ്. GKയിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മാർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത്. ടോട്ടൽ 30 മാർക്സ്. ജനറൽ സയൻസിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക്, ടോട്ടൽ നിങ്ങൾക്ക് 30 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. മാത്സിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക്, ടോട്ടൽ 30 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റീസണിങ്ങിൽ നിന്ന് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ, 10 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് പ്രോപ്പർ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളായിരിക്കും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ GS എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇതിനകത്ത് ഫിസിക്സും ഇൻക്ലൂഡാണ്, അതുപോലെ തന്നെ കെമിസ്ട്രി ഇൻക്ലൂഡാണ്, ബയോളജി ഇൻക്ലൂഡാണ്. ഈ ഓരോ പോർഷനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെയും ടോപ്പിക് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. GSനകത്ത് കെമിസ്ട്രിയുടെ എത്ര ടോപ്പിക് കവർ ചെയ്യണം, ഫിസിക്സ് എത്ര ടോപ്പിക് കവർ ചെയ്യണം, GKയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. GS എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് മാത്സും, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് GK. പ്രോപ്പറായിട്ട് സിലബസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്ലാനിങ് സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 45+ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നോക്കാം പ്രോപ്പറായിട്ട് സിലബസ് അപ്ഡേറ്റ് എന്താണെന്ന്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം മാത്സിനകത്ത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, LCM ആൻഡ് HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓരോന്നിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും, ചിലപ്പോൾ ഓഫ്ലൈനിലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും അക്കാഡമിയിലായിരിക്കും. എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് സിലബസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. എല്ലാം നിങ്ങൾ മസ്റ്റായിട്ടും കവർ ചെയ്തിരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, വർക്ക് ആൻഡ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ബോട്ട് ആൻഡ് സ്ട്രീം, പൈപ്പ് ആൻഡ് സിസ്റ്റം, മെൻസുറേഷൻ 2D ആൻഡ് 3D, ജിയോമെട്രി. ഇത്രയുമാണ് മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ നിങ്ങൾക്ക് 30 മാർക്സ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് GK. കൂടുതലും കുട്ടികൾക്ക് ഡൗട്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. പിന്നെ കൂടുതലും കുട്ടികളും അവോയ്ഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് GK എന്ന് പറയുന്നത്. ഇതൊരു വൈഡ് ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഈ ഓരോ ടോപ്പിക്കിൽ നിന്നുമാണ് പ്രീവിയസ് ഇയറിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ടോപ്പിക് മാത്രം കവർ ചെയ്താൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്കും 15 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 30 മാർക്ക് നേടാനും പറ്റുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഗെയിംസ്, മിലിറ്ററി എക്സസൈസ്, കൺട്രി, പാർലമെന്റ്, ക്രിമറ്റേറിയം, ബോർഡർ ലൈൻസ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡ്, നാഷണൽ സിംബൽസ്, ഫേമസ് സ്ലോഗൻസ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ വേൾഡ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ മെൻ ആൻഡ് വുമൺ, വണ്ടേഴ്സ്, യുനെസ്കോ ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരും. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഡേ, UN ഓർഗനൈസേഷൻ, നിക് നെയിംസ് ഓഫ് പീപ്പിൾ, സിറ്റീസ് ആൻഡ് കൺട്രീസ്, മേജർ ട്രൈബ്സ് ഇൻ ഇന്ത്യ, ഫോക്ക് ഡാൻസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് ആർട്ടിസ്റ്റ്, മേജർ ടെമ്പിൾസ്, ഫെസ്റ്റിവൽ, സെലിബ്രേഷൻ, സ്റ്റേറ്റ് ഓഫ് അനിമൽസ്, ബേർഡ്സ്, others and books,
ആൻഡ് ഷോർട്ട് ഫോംസ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെയിലെ സ്റ്റാറ്റിക് ജി കെ എന്നൊരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നോക്കാം ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്. ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഡിസേർട്ട്, മൗണ്ടൻ, പീക്ക്, ഐലൻഡ്സ്, റിവർ സിസ്റ്റം, ക്ലൈമറ്റ് ആൻഡ് സോയിൽ, മിനറൽസ്, എനർജി സോഴ്സസ്, അറ്റ്മോസ്ഫിയർ ആൻഡ് സോളാർ സിസ്റ്റം. നെക്സ്റ്റ് ആണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, കോണ്ടിനെന്റ്, കൺട്രി, ക്യാപിറ്റൽ, കറൻസി, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇത്രയുമാണ് ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഫിസിക്സിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണെന്ന്. ജി കെയിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 15 ക്വസ്റ്റ്യൻ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 30 കുട്ടികളെ, കേട്ടോ. ഇനി നമുക്ക് ഫിസിക്സിൻ്റെ നോക്കാം. ഫിസിക്സിൽ നിന്ന് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ടോട്ടൽ നിങ്ങൾക്ക് 10 മാർക്സ് ആയിരിക്കും ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, സൗണ്ട്, ലൈറ്റ്, ഒപ്റ്റിക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. കൺഫോം, ഇലക്ട്രിക് കറണ്ട്, സോ ദെൻ ഹീറ്റ്, മോഷൻ ആൻഡ് ടൈപ്സ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, മാഗ്നറ്റിസം ആൻഡ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഫിസിക്സ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. എത്രയാണ്? 5 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക്. ടോട്ടൽ നിങ്ങൾക്ക് 10 മാർക്സ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. Basic concept, atom and atomic structure, periodic table, states of matter, acid, base, salt, carbon and its compounds, elements, compounds, metals and non-metals, gases, water, chemical reactions, കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് കെമിസ്ട്രി ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നോക്കാം. ബയോളജിയിലും ടോട്ടൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക്. ടോട്ടൽ ഇവിടെ 10 മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ബയോളജിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെൽ, ടിഷ്യൂ, വൈറ്റമിൻസ് ആൻഡ് ന്യൂട്രിയൻസ്, ഹ്യൂമൻ ഡിസീസസ്, ഹ്യൂമൻ ഫിസിയോളജിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, സ്കെലറ്റൽ സിസ്റ്റം, എക്സ്ക്രിട്ടറി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫൈനലി ജെനറ്റിക്സ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. കുട്ടികളെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള, അതായത് ഈ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആർമി, GD, ട്രേഡ്സ്മാൻ, WMP എന്നീ ട്രേഡിൻ്റെ ഫീസ് വെറും 2500 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന എക്സ്ട്രാ ഒരു ഫെസിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഓരോ ട്രേഡിൻ്റെയും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GDയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45+ മോക്ക് ടെസ്റ്റ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. എത്രയാണ്? 45 മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആർമി നേഴ്സിംഗിൻ്റെ കാര്യം പറഞ്ഞാൽ 50 മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാത്തിനും ഡിഫറൻറ്റ് ക്ലാസ്സുകളാണ് ഇവിടെ, കേട്ടോ കുട്ടികളെ. മറ്റുള്ളിടത്തെ കണക്ക് ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ എല്ലാ ട്രേഡിൻ്റെ ക്ലാസ്സൊന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മൾ. എല്ലാ ട്രേഡിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. +2 ട്രേഡിൻ്റെ എല്ലാം +2 ലെവലിലുള്ള ക്ലാസ്സുകൾ, 10th ലെവലാണെന്നുണ്ടെങ്കിൽ 10th ലെവലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതേ രീതിയിലുള്ള മോക്ക് ടെസ്റ്റും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ തവണത്തെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. കുട്ടികളെ, നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ട്രേഡിൻ്റെയും സിലബസ് ആരും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളും ഈ ഒരു വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിലും, ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിലും, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ബേസ് ലെവലിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.